എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മൾ നമ്മുടെ വീട്ടിൽ തൊട്ടിട്ടുള്ള ആരാധനാ സമ്പ്രദായങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് സംസാരിച്ചു. നമ്മൾ നിലവിളക്കിനെ കുറിച്ച് പറഞ്ഞു, തുളസിയെക്കുറിച്ച് പറഞ്ഞു, ഭഗവത് സേവയെക്കുറിച്ച് പറഞ്ഞു, ഗണപതി ഹോമത്തെക്കുറിച്ച് പറഞ്ഞു. ഇതൊക്കെ പിന്നീട് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ എത്തിച്ച ആരാധനാ മാർഗങ്ങളാണ്. ഒരു സമയത്ത് നമ്മൾ തന്നെ സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ വീട് തന്നെയായിരുന്നു ആദ്യകാലങ്ങളിൽ ക്ഷേത്രങ്ങൾ. ഈ പറയണ ഈശ്വരന്മാരൊക്കെ ഇരുന്നിരുന്നത് നമ്മുടെ വീട്ടിനകത്തോ അല്ലെങ്കിൽ തൊട്ടടുത്തോ ആയിരുന്നു. ഇപ്പം മച്ചില ഭഗവതി എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട്, തേവാരപ്പുരയിലെ ഭഗവതി എന്ന് പറഞ്ഞൊരു സങ്കല്പമുണ്ട്, മണ്ഡപത്തിലെ മുത്തപ്പൻ എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട്. ഇതൊക്കെ നമ്മുടെ കൂടെ നമ്മുടെ ഒപ്പം ജീവിച്ചിരുന്ന ആളുകളാണ്. പിന്നെ കാലക്രമേണമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി, നമ്മളുടെ തിരക്കുകളുടെ ഭാഗമായി ഇവരെയൊക്കെ നമ്മൾ വീടുകളിൽ നിന്ന് മാറ്റി ക്ഷേത്രങ്ങളിലേക്ക് അവരുടെ താമസത്തെ മാറ്റി ഉറപ്പിച്ചു. എങ്കിലും അവർക്ക് നമ്മളെപ്പോഴും മക്കൾ തന്നെയാണ്, ബന്ധുജനങ്ങളാണ്. നമ്മളുടെ സംരക്ഷണത്തെ അവരെപ്പോഴും സദാ ഓർമ്മിച്ചു കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അവർ ഓർക്കുന്ന കേന്ദ്രങ്ങളിൽ ഏറ്റവും വിശേഷപ്പെട്ട സ്ഥാനം അലങ്കരിക്കുന്ന ആരാധനാ കേന്ദ്രങ്ങളാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ദേശക്ഷേത്രങ്ങൾ എന്ന് മനസ്സിലാക്കുക. ആ ദേശക്ഷേത്രത്തിൻ്റെ മാഹാത്മ്യത്തെ കുറച്ചുകൊണ്ട് ആ ദേശക്ഷേത്രത്തിലിരിക്കുന്ന ദേവതയെ വേണ്ട തരത്തിൽ ബഹുമാനിക്കാതെ നമ്മൾ നമ്മുടെ ആരാധനാ സമ്പ്രദായങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അത്ര കണ്ട് ശരിയല്ല എന്നാണ് മഹാത്മാക്കളുടെ അഭിപ്രായം. എപ്പോഴും അവനവൻ്റെ പരദേവതയെയും അവനവൻ്റെ ദേശദേവതയെയും ബഹുമാനിക്കാനുള്ള ഒരു മര്യാദ ഏതൊരു ഭക്തനും കാണിക്കണം. അതായിരിക്കണം അവരുടെ അടിസ്ഥാനമായിട്ടുള്ള ആധ്യാത്മികത. പിന്നീടായിരിക്കണം മഹാക്ഷേത്രങ്ങളിലേക്കുള്ള സഞ്ചാരം നമ്മൾ തുടങ്ങേണ്ടതെന്നാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആധ്യാത്മികതയുടെ തുടക്കം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും വീടുകളിൽ നിന്നാണ്. ആ വീടുകൾ തന്നെയായിരുന്നു പണ്ട് ക്ഷേത്രങ്ങളെന്ന് നമ്മൾ സൂചിപ്പിച്ചു. പക്ഷെ ആ കാലത്ത് ഉണ്ടായിരുന്ന നമ്മളുടെ പൂർവികരായിട്ടുള്ള ആളുകളുടെ അനുഭവ സമ്പത്ത്, കാരണവന്മാരായിട്ടുള്ള ആളുകളുടെ സാന്നിധ്യം, അത്രത്തോളം അറിവിൻ്റെ ലഭ്യത, ഇതൊന്നും ഇന്നത്തെ കാലത്തെ അണുകുടുംബ രീതിയിലേക്ക് നമ്മൾ മാറിയപ്പോൾ അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ ഇന്ന് വീടിനെ പ്രാഥമികമായിട്ടുള്ള ആരാധനാ കേന്ദ്രമാക്കി മാറ്റാൻ പറഞ്ഞാൽ പല പരിമിതികൾ അവിടെ ഉണ്ട്. അനുഭവ സമ്പത്തുള്ള ആളുകളില്ല, എങ്ങനെയാണ് ആചരണങ്ങൾ ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ആളുകളില്ല, അതിന് പറ്റിയ അന്തരീക്ഷം പല വീടുകളിലുമില്ല. ഇങ്ങനെ ഒരുപാട് പരിമിതികൾ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആരാധനയിൽ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും ആശ്രയിക്കാൻ സാധിക്കുന്ന ഒന്നാമത്തെ സ്ഥാനം തന്നെ അവരവൻ്റെ ദേശത്തെ ക്ഷേത്രം എന്നാണ്. ആ ദേശക്ഷേത്രത്തിൽ നമുക്ക് ഈ പരിമിതികളില്ല. അവിടെ പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വരും, അതിൽ അറിവുള്ള ആളുകളുണ്ടാവും. നമുക്ക് നമ്മുടെ സംശയങ്ങൾ അവിടെ ചോദിക്കാം. അവിടെ പൂജ കഴിക്കുന്ന ഒരു ആചാര്യനുണ്ടാവും, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം നമുക്ക് നമ്മുടെ ആധ്യാത്മിക സബരികൾ തുടരാം. ഇങ്ങനെ വീട്ടിൽ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് അവനവൻ്റെ ദേശക്ഷേത്രം. വീട്ടിൽ ഉറക്ക നാമം ജപിച്ചാൽ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട, തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി നാമം ജപിക്കാനുള്ള സാഹചര്യം നമുക്കുണ്ട്. വീട്ടിൽ സത്സംഗങ്ങൾ നടത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ സത്സംഗം നടത്തുക. എപ്പോഴും നമ്മുടെ ദേശക്ഷേത്രത്തിൻ്റെ വളർച്ചയ്ക്കായി നമ്മളാലാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അത് ഭൗതിക ആയിക്കോട്ടെ ആധ്യാത്മിക ആയിക്കോട്ടെ, അത് നടത്തിക്കൊണ്ടേയിരിക്കുക. കാരണം ആ ക്ഷേത്രം നമ്മളുടേത് മാത്രമല്ല എന്നുള്ള ബോധ്യം നമുക്ക് വേണ്ടതാണ്. നമുക്ക് ശേഷവും നമ്മുടെ തലമുറകൾ ഇതേ ഭൂമിയിൽ ജീവിക്കേണ്ടവരായിട്ടുണ്ട്. അവർക്കും അവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളെ നേരിടണമെന്നുണ്ടെങ്കിൽ അവർക്കും ആരാധനാ പാരമ്പര്യം വേണം. ആ ആരാധനാ പാരമ്പര്യത്തിനൊരു ക്ഷേത്രം വേണം. ആ ക്ഷേത്രമാണ് നമ്മൾ ഇന്ന് തന്നെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ തുടർച്ച ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ മാത്രം ആവശ്യമല്ല, നമുക്ക് ശേഷം വരുന്ന തലമുറയ്ക്കും ആ ക്ഷേത്രം അഭയസ്ഥാനമാണ് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി എപ്പോഴും 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 ആദ്യത്തെ പരിഗണന, പരദേവതയ്ക്ക് കൊടുക്കുന്ന പരിഗണന എപ്പോഴും ദേശക്ഷേത്രങ്ങൾക്ക് കൊടുക്കണം എന്നാണ്. പൂന്താനം തിരുമേനിയുടെ ഒരു കഥയായിട്ട് പണ്ട് പറയാറുണ്ട്. അദ്ദേഹം ഗുരുവായൂരപ്പനെ മാത്രം ഒരുപാട് സ്നേഹിച്ച സമയത്ത് അദ്ദേഹം സ്വന്തം പരദേവതയായിട്ടുള്ള ദേശത്തെ ഭഗവതിയായിട്ടുള്ള തിരുമാന്താംകുന്നിലമ്മയെക്കുറിച്ച് വേണ്ട തരത്തിൽ കൃതികളൊന്നും എഴുതിയില്ല അത്രേ. ഒരിക്കൽ അദ്ദേഹത്തിന് വലിയൊരു വസൂരി വന്ന സമയത്ത് അദ്ദേഹത്തെ ചികിത്സിക്കാനായിട്ട് തിരുമാന്താംകുന്നിലമ്മ നേരിട്ട് വരികയും എൻ്റെ കുട്ടി എന്നെക്കുറിച്ചൊന്നും എഴുതിയില്ലല്ലോ എന്ന് പരിഭവത്തോടുകൂടിയും വിഷമത്തോടുകൂടിയും പറഞ്ഞു എന്നൊരു കഥയുണ്ട്.
ആ സമയത്ത് വസൂരി പോയപ്പോൾ അദ്ദേഹം ഗണസംഘം എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ളൊരു കാവ്യം എഴുതി തൻ്റെ പരദേവതയെ, തൻ്റെ ദേശദേവതയെ നമസ്കരിച്ചു എന്നാണ്. അദ്ദേഹത്തിന് പോലും മനസ്സിലാക്കി കൊടുത്തു, അമ്മ ഞാനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ആൾ, എന്നെയാണ് നിങ്ങൾ ആദ്യം കാണേണ്ടത്, എന്നിട്ട് വേണം എവിടേക്കും പോവാൻ എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലുണ്ടായി എന്നാണ്. എല്ലായിടത്തുള്ളത് ഒരേ ഈശ്വരൻ തന്നെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ദേശക്ഷേത്രത്തിലിരിക്കുന്ന ഈശ്വരന് നമ്മളുടെ എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും സന്തോഷങ്ങളൊക്കെ തലമുറകളായിട്ട് അറിയാവുന്ന ആളാണ്. അപ്പം അദ്ദേഹത്തിന് കൊടുക്കേണ്ട പരിഗണന എപ്പോഴും കൊടുക്കണം എന്നുള്ള ഒരു എളിയ അഭ്യർത്ഥന മുന്നോട്ട് വെച്ചുകൊണ്ട് അടുത്ത അധ്യായത്തിൽ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്തേ.